Hello guys, welcome back to my channel Sandwich Media. Yet another episode of plant hunting. ഇത് കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സ്ഥിരം ടണ്ടടൈൻ എൻ്റെ സ്ഥിരം പണിയായത് മാറ്റിയെന്ന് അത് വിട്ടുള്ള കളിയൊന്നുമില്ല. വീണ്ടും നമ്മുടെ പഴയ ടണ്ടടൈൻ. യെസ്, ഇന്ന് ഒരു പ്ലാൻ ഇന്നൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി പ്ലാൻ ഹണ്ടിങ് ആണ്. വെറൈറ്റി പ്ലാൻ ഹണ്ടിങ് മീൻസ് നമ്മൾ ഒരു ചെടിച്ചട്ടിയും കൊണ്ടാണ് ഇന്ന് പ്ലാൻ ഹണ്ടിങ്ങിന് പോകുന്നത്. ഒരു ചെടിച്ചട്ടിയും കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്ലാന്റ് ഹണ്ട് ചെയ്തിട്ട് കഥയില്ല. നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടുമെന്നങ്ങ് പ്രതീക്ഷയില്ല, എങ്കിലും ഉദ്ദേശിക്കുന്നത് ഇതുവരെ ആരും ഹണ്ട് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റം പ്ലാന്റ്, അതും ഹാങ്ങിങ് പ്ലാന്റ്. ഹാങ്ങിങ് ചട്ടി ആകുമ്പോഴത്തേക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിരിക്കുമല്ലോ. ഇതുവരെ ആരും ഹണ്ട് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വെറൈറ്റി അട്ടിപ്പൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് കിട്ടുമെങ്കിൽ അതുമായിട്ട് മാത്രമേ ഞാനും ഉണ്ണിയെന്ന് വെച്ചാൽ അനിയനാണ് ഇന്ന് നമ്മൾ തിരിച്ച് കയറത്തുള്ളൂ. അപ്പോഴെന്തായാലും നമ്മൾ പ്ലാൻ ഹണ്ടിങ് വീഡിയോസ് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഇടവിട്ട് പ്ലാൻ ഹണ്ടിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേ പറഞ്ഞതാണ്, പ്ലാൻ ഹണ്ടിങ് വിട്ടൊരു കളിയില്ല മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്കൂട്ടിയും എടുത്ത് യമഹ റൈയും എടുത്ത് കുന്നും മലയും കയറി ഇറങ്ങിയുള്ള യാത്ര തുടരാം. എവിടുന്നെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ഹാങ്ങിങ് പ്ലാന്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതും കൊണ്ട് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്ലാന്റൊക്കെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതൊന്ന് കാണിച്ചേ, ഇതൊക്കെ ഏത് പ്ലാന്റ് ആണെന്ന് അറിയാൻ വയ്യ കേട്ടോ. നല്ലൊരു പ്ലാന്റ്. പക്ഷേ നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് കളക്ട് ചെയ്യുന്നതല്ലല്ലോ, നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് വേണം. ഒന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് അവിടെ ഇല്ല ക്യാമറ അവിടെ ഇല്ലേ കണ്ടോ അച്ഛന്മാർ. ഇത് നിങ്ങളിപ്പോൾ ഒരുപാട് പ്ലാൻ ഹണ്ടേഴ്സ് ഈ പ്ലാന്റ് കണ്ടെത്തി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി. പക്ഷേ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഒന്ന് മാസ്ക് മാറ്റി സംസാരിക്കാം. അപ്പോൾ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് പറ്റത്തില്ല. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞത് കണ്ടോ, ഒരുപാട് നീളത്തിൽ ഇത് വളരുന്നതാണ്. ഇത് നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ ഏതെങ്കിലും മരമൊക്കെ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, അതിൻ്റെ മൂടോടെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മരത്തിൽ പടർന്നു കിട്ടാൻ നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള ലീഫാണ്. കുന്ന സംഭവം ജോറായിട്ടുണ്ട്, പക്ഷെ കയറാൻ പാടാണ് കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കാനുള്ള സൗന്ദര്യമുള്ളു, പക്ഷെ കയറുന്നതിന് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഗൈസ് കണ്ടോ, ഇതിൻ്റെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റി കണക്ക് ഉണ്ടല്ലോ. ഇത് ഏതെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് കഴിഞ്ഞതിന് കായ്ച്ച് കിടക്കുന്നത് ഞാൻ കാണിച്ചതാണ് എന്തോ, പക്ഷേ ഇതൊന്നും എടുക്കുന്നില്ല നമ്മൾ. ഈ പാറ നോക്ക്, അടിപൊളി. ഇതൊന്നും അല്ല കേട്ടോ, ഒന്ന് കണ്ടോളൂ, ഫ്രണ്ടൊക്കെ കണ്ടോളൂ. നമ്മൾ കയറി ഇറങ്ങുന്നില്ല. പിന്നെ എന്താണ്ട് ഇത് ഈ പ്ലാന്റ് ഏതാണെന്നൊന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കാരണം ഇതെൻ്റെ ഒരു ഇവിടെ വന്നപ്പോഴേ കൊള്ളാം. നമുക്കിത് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് ഇപ്പോഴല്ല, വേറൊരു അവസരത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതും വേണ്ട അതിൻ്റെ മറ്റൊരു വെറൈറ്റി. അപ്പോൾ ഇതൊക്കെ ഈ കാടിലൊക്കെ ആവശ്യം പോലെ പൂക്കളുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാതെ പോകുന്നു എന്നാണ്. ഇതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്യുന്നെങ്കിൽ അത് കുറ്റകരമാണ്. ഈ പ്ലാൻ ഹണ്ടിങ്ങൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ പുറം ലോകം അറിയിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താ പറയുക, ഇതൊക്കെ ഇവിടെ നിന്ന് ഇനി ഈ പ്രദേശം, ഈ കുന്നും പ്രദേശമൊക്കെ നോക്കിയാണ് നിറയെ പാറകളുള്ള പ്രദേശമാണ്. ഏതെങ്കിലും പാറ മുതലാളിമാരോ മറ്റേതെങ്കിലും പ്രോജക്റ്റിന് വേണ്ടിയൊക്കെ ഈ പാറകളെല്ലാം പൊട്ടിക്കുമ്പോൾ ഈ പ്ലാന്റുകളും എല്ലാം നശിക്കും. പക്ഷേ ഇതിൻ്റെ കുറച്ച് വെറൈറ്റി എങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഗാർഡനിൽ എത്തിക്കാൻ പറ്റിയാൽ അവിടേക്ക് ഇതെല്ലാം കാണുമല്ലോ. അപ്പോഴേ എനിവേ ഐ ലൈക്ക് പ്ലാൻ ഹണ്ടിങ്. എനിക്ക് പ്ലാൻ ഹണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടാ ആ പാറയൊക്കെ നോക്കും, നിങ്ങളെല്ലാവരും കണ്ടോളൂ. നമ്മുടെ ഈ ഏരിയകളൊക്കെ ഒന്ന് കണ്ടോളൂ. പ്ലാൻ ഹണ്ടിങ്ങിന് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ചൊരു പ്ലാൻ ഹണ്ടിങ് പ്ലാൻ ചെയ്ത് കളയാം. പക്ഷേ ഇതുപോലെ കുന്നും മലയും കയറി ഇറങ്ങാൻ പറ്റണം ഗൈസ്. കാലിലോട്ട് നോക്കൂ. പ്ലാൻ ഹണ്ടിങ്ങിന് പറ്റിയ ഒരു ചെരുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അമ്പോ കണ്ടോ ഗൈസ്, കണ്ടോ, അടിപൊളി പാറകളാണ്. ഇതേത് മരമാണ്? ഇത് മുരുക്കാണോ? ഇതാണോ മറ്റേ മുള്ളുള്ള മുരുക്കിന്മേൽ മൂവന്തി പടർത്തിയ അച്ഛന്മാരെ? ചെറിയ ക്ഷീണം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. പ്ലാൻ ഹണ്ടിങ് നല്ല പരിപാടിയാണ് കേട്ടോ. ഇത് നല്ല പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മേഖലയിൽ കയറി ഇറങ്ങാൻ പറ്റും. പിന്നെ അതിനൊരു നല്ല മനസ്സ് വേണം കേട്ടോ. എനിക്ക് ഇന്ന് നല്ല മനസ്സുണ്ട്, പക്ഷേ എൻ്റെ കൂടെ വരുന്ന കക്ഷിക്കാരന് അത്ര നല്ല മനസ്സൊന്നുമല്ല. അനിയനാണ്, അവൻ അത്ര കുഞ്ഞ് പയ്യനല്ലേ, നല്ല മനസ്സൊന്നുമല്ല. നല്ല മനസ്സൊക്കെ തന്നെയാണ്, പക്ഷേ അത്ര താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ ഹണ്ടിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഒന്നിച്ചൊരു പ്ലാൻ ഹണ്ടിങ്ങൊക്കെ നടത്താം. ഈ മേഖല, ഈ കുന്നുമലയും കയറി ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ
ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. കാര്യം ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് കുറച്ചുകൂടെ മാഷി മീൻസ് മാഷസ് ചെളിയുള്ള മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒരുപാട് ബോൺസായി ഐറ്റംസ് തന്നെ പറ്റിയത് ഒരുപാടൊന്നുമില്ല. കുറേ ബോൺസായി ഐറ്റംസിന് ആക്കാൻ പറ്റുന്ന ചെടികളുണ്ട്, പിന്നെ കുറേ ക്രീപ്പേഴ്സ് ഉണ്ട്, പിന്നെ തോൺ പ്ലാന്റ്സ് മുള്ളുള്ള കുറേ ചെടികളുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ മുള്ളുള്ള ചെടിയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് എന്നുള്ള പൂരമായിരിക്കും മക്കളെ. അതുകൊണ്ട് പരിപാടിയില്ല. ഈ കുന്നിനപ്പുറം ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വയലാണെന്ന് പറയുന്നു. വയലാണെന്ന് പറയുന്നില്ല, എനിക്കറിയാം. കാരണം ഞങ്ങളവിടെ നിന്ന് ഇതൊരു 3 കിലോമീറ്റർ ഉള്ളു. 3 കിലോമീറ്റർ ഏകദേശം അതിൻ്റെ ജിയോഗ്രഫിക്കൽ മേഖല നോക്കുമ്പോഴത്തേക്ക് വയൽ തന്നെയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ആ വയൽ മേഖലയിലോട്ടൊന്ന് പോയാലോ? കിട്ടും, ഉറപ്പാണ്. കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഒരു ഫ്ലവർ കാണിച്ചതിൻ്റെ ഒരു വെറൈറ്റി വരുന്നതാണ്. ഞാൻ ആദ്യം കാണിച്ചുണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചേ. അത് സൂം ഇത് ഒരെണ്ണം ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, സൂം ചെയ്ത് കാണിക്കേ. നേരത്തെ വൈറ്റ് ബ്ലൂ കാണിച്ചു, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വൈറ്റും ബ്ലൂ. ഇതൊക്കെ എന്തോ ഫ്ലവർ ആണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ നാടൻ ഫ്ലവേഴ്സിൻ്റെ ഹണ്ടിങ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരൂ. അച്ഛന്മാരെ, അപ്പോൾ എന്തായാലും കുന്നും മലയും കയറി ഇറങ്ങിയിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഉദ്ദേശിച്ച ഹാങ്ങിങ് പ്ലാന്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു തോട്ടിലോട്ട് ചാടിയിട്ടുണ്ട്. ഈ തോട്ടിൽ നിന്ന് എവിടെ നിങ്ങളെ കിട്ടുന്നുണ്ട്? ഫ്രണ്ട്സ്, നമ്മുടെ സാൻവിയുടെ മെയിൻ മാസ്റ്റർ പീസ് ഐറ്റമായ കരണ്ട് കാണാതെ പോയിട്ടുണ്ട്. എനിക്ക് വിഷമമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എന്താ, കൈ ഉറിഞ്ചെന്നാണ്ടോ, കൈ മുറിഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് സ്ലിപ്പായി ഒന്ന് വീണതാണ്. ചുമ്മാ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചാടിയതാണ്, പക്ഷെ ഒന്ന് കാല് തന്നെ വീണിട്ടുണ്ട്. ഞാനിവിടെ ഇറങ്ങട്ടാ? അല്ല, ഞാനിവിടെ നോക്കായിരുന്നു. ഞാൻ നനഞ്ഞ്. കിട്ടിയല്ലേ? അച്ഛന്മാരെ, ചാടി വീണ് കൈ മുറിഞ്ഞു. കണ്ടോ, ദത്തം വന്ന് പിള്ളേരെ, ദത്തം വന്ന്. കറണ്ട് പോയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ പണിയായുധം വിട്ടുള്ള ഒരു കളിയില്ല, പിടി മാത്രമേ കിട്ടിയുള്ളൂ. തിരഞ്ഞ് കണ്ടെത്തി കേട്ടോ. ഭയങ്കര സന്തോഷം. കാര്യം ഈ മുത്താണ് നമ്മളെ ഇത്രയും എത്തിച്ചത്. 0 സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ 1.08 സബ്സ്ക്രൈബർ ആയത് ഇവൻ കാരണം കൂടെയാണ്. കൈ മുറിഞ്ഞ് ഗൈസ്, കൈ മുറിഞ്ഞ്. എന്നാലും കുഴപ്പമില്ല, തിരിച്ചു കിട്ടിയല്ലോ. അമ്പോ വല്ലാത്തൊരു ഹണ്ടിങ് കേട്ടോ. അച്ഛന്മാരെ, ഇത് കണ്ടോ, ഈ ചെടി വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇവർ പല്ലുവേദന ചെടി എന്നാണ് പറയുന്നത്. കേട്ടോ, നമ്മൾ നടന്നു കിടന്നൊരു വയലുള്ള മേഖല, ഞാൻ പറഞ്ഞ മാഷി മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നിറയെ ഇത് നോക്കിയാണ്. അച്ഛന്മാരെ, കൈ മുറിഞ്ഞ് എന്തായാലും അവസാനം കണ്ടെത്തി കേട്ടോ. കണ്ടെത്തുന്ന അടിപൊളി വെറൈറ്റി. ഈ ഐറ്റം നിങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് പറയണം. നമ്മുടെ 99.99%, ഇടയ്ക്ക് അങ്ങോട്ട് നോക്കിയത് ഒരാൾ അവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് ഈ പരിപാടി നടക്കുന്നത് നോക്കുന്നത്. 99.99% നമ്മൾ കണ്ടെത്തിയ സാധനം കലമ്പട്ടിയുടെ ഒരു ഐറ്റമാണ്. 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ, കലമ്പട്ടിയുടെ ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ അടിപൊളി സാധനം. കലമ്പട്ടി കണക്കല്ല, കലമ്പട്ടി ഒരു ബുഷി ചെടിയാണ്. ഇത് അങ്ങനെയല്ല, അടിപൊളിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു കിണ്ണം കാച്ചി സാധനം. കാണിച്ചു തരാം ഉണ്ണി, ക്യാമറ ഇങ്ങോട്ട്. എങ്ങനെയുണ്ട് അച്ഛന്മാരെ, എങ്ങനെയുണ്ട്? നമ്മുടെ കലമ്പട്ടി പൂവ് കണക്ക് തന്നെ അല്ലയോ? കലമ്പട്ടി പൂവ് കണക്ക് തന്നെയാണ്. കലമ്പട്ടിയുടെ അതേ പൂവും അതിൻ്റെ കുഞ്ഞലയും. പക്ഷേ കണ്ടോ, എനിക്കറിയാം ഈ മാഷി മേഖലയിൽ വന്നാലേ കിട്ടത്തുള്ളൂ നമുക്ക് ഈ സാധനം. നോക്ക്, കണ്ടോ, കലമ്പട്ടിയാണെങ്കിൽ ഇങ്ങനെ വെള്ളച്ചെടിയാണോ? അയ്യോ, പറിച്ചെടുത്തല്ലേ പൂവില്ലേ? ഓക്കെ, കണ്ടോ, അപ്പം പൂ ഇവിടേക്കുണ്ട്. അടിപൊളി, കണ്ടോ, നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരിക്കും ഇത്. മച്ചന്മാരെ, എന്തായാലും പൊളിച്ച്. ഒന്ന് കളക്ട് ചെയ്യട്ടെ. പറഞ്ഞ മണ്ണിലെ അടിപൊളി സാധനം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാട്. മറ്റേത് ഒന്ന് നമുക്ക് പൊടിതെടുക്കാം, കുറച്ചുകൂടെ പൊടിതെടുക്കാം. എന്നിട്ട് ഞാൻ നട്ട് കാണിക്കാം. നല്ല ഫ്ലവർ ഉള്ളതും കൂടെയൊക്കെ എടുക്കാം. നമ്മളെ
ഒരു മാഷി മേഖലയിൽ നിന്നുള്ള ചെടികൾ കണ്ടെത്തുമ്പോൾ പ്രത്യേകം എല്ലാവരും മനസ്സിലിട്ടേക്കണം. ഇവിടെ നിന്നുള്ള മണ്ണ് തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. പിന്നീട് നമുക്ക് നമ്മുടെ സാഹചര്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ഇത് ഇവിടെ നിന്നുള്ള കുറച്ച് മണ്ണ് തന്നെ എടുത്ത് നമുക്ക് ചട്ടി നിറയ്ക്കണം. കാരണം ഇത്രയും ദൂരം വന്ന് പാടുപെട്ട് കൊണ്ടുപോയിട്ട് പൊടിക്കാതെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള മണ്ണ് തന്നെ നമുക്ക് വേണം. നല്ല ചെളി മണ്ണ് കേട്ടോ. ഇത് നമ്മൾ സാധാ മണ്ണിലും വളരും കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമ്മുടെ സാഹചര്യമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടി ഇവിടെ നിന്നുള്ള മണ്ണ് തന്നെ എടുക്കാം. ഓക്കെ, തൽക്കാലം ഇത്ര മണ്ണ് മതി. നമ്മൾ കുറേ പ്ലാന്റ് കളക്ട് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ ആവശ്യമായ മണ്ണ് കൊടുത്തു കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ചട്ടിയിൽ സെറ്റാക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. പ്ലാന്റ് ഒന്ന് കാണിക്കാം. കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് നടാം. ഐശ്വര്യമായിട്ട് വാ. ചെടിച്ചട്ടിയിൽ നിന്ന് മണ്ണൊന്ന് കുറേശ്ശെ ഇത് കുളത്ത് വീഴുന്ന സമയത്ത് പോയി കേട്ടോ. ഇത് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇരിക്കുക. നെക്സ്റ്റ് വാ. ഓ, എന്ത് മനോഹരമാണ്. നിങ്ങൾ കണ്ടോ? അടിപൊളി വെറൈറ്റി അല്ലയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ട് കാണാൻ സാധ്യതയില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ. ഇങ്ങനെ പുതിയ ഐറ്റങ്ങൾ ഞങ്ങളിങ്ങനെ കണ്ടെത്തും. കുറേ നാൾ കഴിയുമ്പോൾ അക്വേറിയംകാർ വന്ന് ഗാർഡൻസുകാർ വന്ന് അത് മുക്കിക്കൊണ്ട് വരും. അവർക്ക് തോന്നുന്ന വില കിട്ടുകയും ചെയ്യുമല്ലോ. ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. മുന്നേ ഒന്ന് പുറകോട്ടൊന്ന് പിടിച്ചേ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇങ്ങനെ ഞാൻ പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കണ്ടെത്തുന്ന ഇത്തരം വെറൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി സാൻബീസ് പ്ലാൻസ് എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വാട്സപ്പ് കൂട്ടായ്മയാണ് നടക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മിണ്ടിയും പറഞ്ഞാൽ ഇരിക്കാമെന്നേ. പിന്നെ ഇതുപോലെ കളക്ട് ചെയ്യുന്ന പ്ലാൻസുകൾ നിങ്ങളുടെ എത്താൻ അതൊരു അവസരവുമാവും. മച്ചാ പറയാൻ ഒരു സ്വയംഭ സാധനം കിട്ടിയിട്ടുണ്ടല്ലോ. ഇന്ന് പ്ലാൻ ഹാൻഡിങ്ങിന് നമ്മൾ പ്ലാൻ ഹാൻഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ഏതെങ്കിലും കിട്ടണമെന്നായിരുന്നു. കിട്ടി. ആവശ്യം പോലെ കിട്ടിയണ്ടോ? വിരളൊന്നും മാറിപ്പോയില്ലല്ലോ. കയ്യിലൊരു മുറിവും കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട തേപ്പുകാരൻ്റെ എന്നെ തേച്ചില്ല, എൻ്റെ പിടി പോയിട്ടുണ്ട്, കളഞ്ഞു പോയെങ്കിലും നമുക്ക് തോട്ടത്തിൽ നിന്ന് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായി. എനിക്കറിയാമായിരുന്നു മാഷി മേഖലയിൽ ഒരുപാട് ചെളിയുള്ള മേഖലയിലായിരിക്കും ഞാൻ ഇതുപോലുള്ള പ്ലാന്റ് കാണാൻ സാധ്യത എന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കുന്നുകളിൽ നിന്നൊക്കെ ഉള്ള എല്ലാം ഇപ്പോൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തേടി വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ തോടോ വയലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയായിരുന്നു. പിന്നെ നമ്മൾ കുന്നുമലയൊക്കെ തുടക്കത്തിൽ കയറി ഇറങ്ങിയത്, കുന്നുമല കയറുന്നത് നമ്മുടെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സർപ്രൈസ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ മാഷി മേഖലയിൽ ഇറങ്ങി ചെളി നിറഞ്ഞ പ്രദേശം. ഇതൊരു നേരത്തെ ഒരു വയലായിരുന്നു. ഇപ്പോൾ നേരത്തെ റബ്ബറും മറ്റൊക്കെ വെച്ചേക്കുന്നു. ഇതൊരു വട്ട. ആർക്ക് വട്ട? ഈ മരം വട്ട. അപ്പോഴെന്തായാലും കണ്ടോ, അടിപൊളി ഒരു വെറൈറ്റി കേട്ടോ. ഇത് കലമ്പട്ടിയായിട്ടൊക്കെ ഏകദേശം ഒരു അവിടെ കട എനിക്ക് തിരിച്ചെടുക്കാം ഞാൻ തന്നെ. കറണ്ട് കാണിട്ട് താഴെ ഇട്ടത്. അപ്പോഴേ കലമ്പട്ടിയായിട്ട് ഏകദേശമൊക്കെ സാദൃശ്യം ഉണ്ടെങ്കിലും കലമ്പട്ടി ഒരു ബുഷി പ്ലാന്റും ഇതൊരു മാഷി പ്ലാന്റുമാണ് അല്ലേ. അതുമല്ല അടിപൊളി ഫ്ലവർ കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നിറയെ പൂക്കളാണ്. ഞാൻ പൂക്കളുള്ള ഒന്നും എടുത്തിട്ടില്ല. നിറയെ മുട്ടുകളുള്ള പ്ലാന്റാണ് ഞങ്ങൾ കളക്ട് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് പൂക്കളുള്ള എടുത്തില്ലെന്ന് വെച്ചാൽ പൂവുള്ള പ്ലാന്റ് എടുക്കാൻ ചെന്നപ്പോഴേ പൂ പൊഴിഞ്ഞു പോകുന്നു. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇത് വെളുപ്പാങ്കാലത്താണ്ട് വിരിഞ്ഞ പൂവായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുട്ടുകളുണ്ട്, ഏകദേശം വിടരാറായിട്ടുണ്ട്. വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് സാധാരണ നൈറ്റ് വിരിയാറുള്ളത്. വൈറ്റ് നൈറ്റ് അല്ലേ. പക്ഷേ ഇത് നൈറ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. രാത്രി വിരിയുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുട്ടിൻ്റെ വിരിയാനുള്ള വലുപ്പമോ കണ്ടിട്ട് ഏകദേശം രാത്രി വിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിറയെ എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ 5 ചട്ടിയെങ്കിലും ഞാൻ ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ. ഇനിയും സമയമുണ്ട്. ഞാൻ 3-3.5 കിലോമീറ്ററിനകത്താണ് ഈ സ്ഥലം. ഇവിടെ വന്ന് ഞങ്ങൾ എടുക്കും. ഈ പ്ലാന്റിന് ആവശ്യമുള്ളവർ ഞങ്ങളുടെ സാൻബീസ് പ്ലാന്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് താഴെ ഇട്ടേക്കും. വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്യാം. പ്ലാന്റ്സ് നിങ്ങളോട്ട് എത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു പടപണ്ടാരം ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പടപണ്ടാരം ഹാങ്ങിങ് പ്ലാന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ട് എത്തുന്നതാണ്. ദിസ് ഈസ് സാൻവി സൈനിങ് ഓഫ്.